നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനിസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു 4 മണി പലഹാരം. എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാനും എൻ്റെ ചേച്ചിയും കൂടെയൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. ഞങ്ങളതിനെ താമരമുട്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. താമരമുട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഇതിന് 4 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അരിച്ച് എടുത്ത മൈദയാണിത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിടുക, 1/2 ടീസ്പൂൺ ജീരകം ഇടുക, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫുഡ് കളറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം, നെയ്യില്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇതിൽ 2 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഷുഗറുകാർക്കും എല്ലാം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പഞ്ചസാര ഒഴിവാക്കി. ജീരകത്തിന് പകരം എള്ളം ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റായൊരു സ്നാക്കാണിത്. നല്ലതുപോലെ ചപ്പാത്തിയുടെ പരുവത്തിൽ സ്വല്പം കൂടെ വെള്ളം ചേർക്കാം. മാവ് നല്ല ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊന്നും ചേർത്തിട്ടില്ല. നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുത്തു. നമുക്കിതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തി തടിയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇത് ഇച്ചിരി വലുതായിട്ട് പരത്തിയെടുത്താലും നമുക്ക് കുറേ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്താൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കൗണ്ടർ ടോപ്പിൽ പരത്തുന്നതുകൊണ്ട് ഒരു സ്വല്പം വലിയ ഉരുളയായിട്ട് എടുക്കുകയാണ്. സ്വല്പം മൈദ മാവിലോട്ട് മുക്കിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അതിലോട്ട് വെച്ച് പരത്താം. എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തണം. ഒരു പ്രയാസവും ഇല്ല, ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാവുന്നൊരു പലഹാരമാണിത്. എത്രയും നല്ലതുപോലെ തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അത്രയും തിന്നായിട്ട് പരത്തണം. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഗ്ലാസ്സുകളോ അടപ്പുകളോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. എനിക്കിപ്പോൾ ഒരു ഗ്ലാസ്സാണ് നല്ലതായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് വലിയ താമരമുട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളതിന് മാറ്റാതിന്ന്. ഇനി നമുക്ക് എങ്ങനെയാണ് താമരമുട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓരോ റൗണ്ട് എടുക്കുക. അതിനെ 2ആയിട്ട് മടക്കണം. റൗണ്ട് എടുത്തിട്ട് 2ആയിട്ട് മടക്കണം. നേരെ പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് അടുത്തതിനകത്തോട്ട് 2 സൈഡും കൂടെ 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഈ അപ്പുറത്തെ 2 സൈഡും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തിരിക്കണം. എല്ലാ റൗണ്ടും ഇതേപോലെ ചെയ്ത് വെക്കണം. 2ആക്കിയിട്ട് ഈ 2 കോണം നമ്മുടെ കുഞ്ഞൻ വിരൽ അതിനകത്തോട്ട് ഇട്ടിരുന്നാൽ മതി. കുഞ്ഞൻ വിരൽ അതിനകത്തോട്ട് ഇപ്പുറത്തെ തള്ള വിരലും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറക്കി എടുക്കണം. കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഇത് മൂപ്പിക്കുമ്പോഴകത്തോട്ടൊക്കെ മൂപ്പ് ചെല്ലണമെന്നുണ്ടെങ്കിൽ, ഇത് നമുക്കിപ്പം ചെറിയ വട്ടമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് സ്വല്പം കൂടെ ഒരു വലിയ വട്ടം കട്ട് ചെയ്തെടുത്ത് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ വലിയ താമരമുട്ട വേണമെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് വലിപ്പമുള്ള ഒരു എന്തിൻ്റെങ്കിലും അടപ്പെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുക. നല്ല മുറുക്കി പ്രസ് ചെയ്യണം. ബാക്കി മാവെല്ലാം മാറ്റിയെടുക്കാം. അതായത് കുറച്ചുകൂടെ വലിയ താമരമുട്ടാണ്. അതും ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് 2ആയിട്ട് മടക്കിയതിന് ശേഷം ചെറുവിരൽ ഒരു സൈഡിലോട്ട് ഇടുക. മടക്കിയതിന് ശേഷം താഴോട്ട് കൊണ്ടുവന്നിട്ട് 2ആയിട്ട് മടക്കുക. നല്ലതുപോലെ പിരിക്കണം. അല്ലെങ്കിൽ ഈ ചുരുക്ക് നല്ലതുപോലെ നമ്മളിങ്ങനെ തിരിക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അതങ്ങ് നിവർന്നു പോകാൻ സാധ്യതയുണ്ട്. കണ്ടേ, ഇത് ഇച്ചിരൂടെ വലുതായിട്ടുണ്ട്. ഇനി മാവെടുത്ത് പരത്തിയിട്ട് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മാവ് നമ്മൾ ഒട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. പൊടിയിലൊന്ന് തൂത്തിട്ട് വേണം പരത്താൻ. നല്ലതുപോലെ പരത്തിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായതുകൊണ്ടാണ് ഇത്രയും നല്ലതുപോലെ പരത്താൻ പറ്റുന്നത്. നമുക്ക് ചപ്പാത്തി പലയിലാണ് ഇത്രയും വിസ്താരമായിട്ട് പരത്താൻ പറ്റത്തില്ല.
അപ്പോൾ ഇനി സ്ക്വയറായിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് താമരമുട്ട ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനെ സ്വല്പം വീതിക്ക് കട്ട് ചെയ്യാം. നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് നമ്മൾ കോണോട് കോണ് ചേർത്ത് പിടിച്ചതിന് ശേഷം മറ്റേ കുഞ്ഞൻ വിരലും വലത് കൈയിൻ്റെ കുഞ്ഞൻ വിരലും ഇടത് കൈയിൻ്റെ തള്ള വിരലും അകത്തോട്ട് വെച്ചിട്ട് അതിനെ മടക്കി എടുക്കണം. ചുരുട്ടുമ്പോഴും ഒന്ന് ചെറുതായിട്ട് നീട്ടിക്കോണം. നീട്ടി ചുരുട്ടണം. ഉണ്ടല്ലോ, ഓരോ ഇതളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ സ്ക്വയറിൻ്റെ ഷേപ്പ് ഇച്ചിരി മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചിരുന്ന് സ്ക്വയറാക്കുക. മൈദ ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വലിഞ്ഞോളും. ഇങ്ങനെ കോണോട് കോൺ യോജിപ്പിച്ചതിന് ശേഷം വലത് കൈയിൻ്റെ കുഞ്ഞൻ വിരലും ഇടത് കൈയിൻ്റെ തള്ള വിരലും അകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ടൊന്ന് ചുരുട്ടുക. ഒന്ന് വലിച്ചതിന് ശേഷം ചുരുട്ടുക. 3 രൂപത്തിലുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. 2 പേരുണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവും. അപ്പം ചീനിച്ചട്ടി അടപ്പേ വെച്ചു. എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവറാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കത് വറുത്ത് കോരിയെടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. മധുരം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ, 1 കപ്പ് പഞ്ചസാര എടുക്കുക. അത് പഞ്ചസാര പാനിയാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന താമരമുട്ടുകൾ അതിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് അതങ്ങ് ഒഴിവാക്കുക. എണ്ണ ചൂടായി നോക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കണം. ഒരുപാട് തീ കൂട്ടിയിട്ടാൽ ഇത് പുറമേ അങ്ങ് ഫ്രൈ ആവും, അകം മൂക്കത്തില്ല, പച്ചയായിട്ടിരിക്കും. കാരണം 3-4 മടക്കുണ്ടല്ലോ ഇതിന്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് ഗസ്റ്റൊക്കെ വരുമ്പം വറുത്ത് കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ ഷേപ്പ്, എന്ത് നല്ല രസമാണ്, നല്ലൊരു ഷേപ്പല്ലേ അല്ലേ. എണ്ണ ഇടുമ്പോൾ നമ്മൾ ആ പിരിക്കുമ്പോഴും നല്ലതുപോലെ മുറുക്കി പിരിക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പം ആ പിരി അങ്ങ് ഇളകി പോകും. എണ്ണ ഇട്ട ഉടനെ ഇളക്കി കളയരുത്. നമുക്ക് പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ടുണ്ട് എണ്ണ ഇട്ടപ്പം തന്നെ നല്ല സൂപ്പറായിട്ട് വന്നത്. എന്ത് രസമാണ് കാണാൻ. ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. അതിലേറെ കഴിക്കുമ്പോൾ അതിലേറെ ഇഷ്ടപ്പെടും. മധുരത്തിൽ ഇട്ട പിന്നെ സൂപ്പറാണിത്. ഇത് നമ്മളെല്ലാം വറുത്ത് ഊരി വെച്ചിട്ട് പഞ്ചസാര പാനിയിലോട്ട് ഇട്ടിരുന്നാൽ മതി. മധുരം വേണമെന്നുള്ളവർ. ഞാൻ അപ്പം ചെയ്യുന്നില്ല. പയ്യെ കിടന്ന് വേവട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ കൂട്ടിയും കുറച്ചും വേണം ചെയ്യാൻ. മൈദ കൊണ്ടുള്ള മുറുക്കൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത്രയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ഇട്ടിരിക്കാൻ നോക്കിയാൽ മതി. ഇത് നമുക്ക് കോരിയെടുക്കാം. നല്ലൊരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ കോരിയെടുക്കാം. അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്യുമ്പം കുറച്ച് ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് കോരി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ 4 മണി പലഹാരം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമായത് ഉണ്ടാക്കി നോക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ ഇനി നന്ദി, നമസ്കാരം.